Hey guys, welcome back to my channel. So today's video is all about an easy and quick 4-step potato facial at home. This video is going to be in Malayalam, and any of you who doesn't understand Malayalam, please look out for subtitles. Okay, with that said, if you guys do find this video helpful, please give this video a big thumbs up and also subscribe to my channel. ശരി, നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് പൊട്ടറ്റോ ഫേഷ്യൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. പിന്നെ ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ആക്നെ മാർക്സ് ഉണ്ട്, അങ്ങനത്തെ എന്തുണ്ടെങ്കിലും അതിനെ റെഡ്യൂസ് ചെയ്യാൻ പൊട്ടറ്റോ ഫേഷ്യൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആര് ട്രൈ ആണെങ്കിലും ശരി, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമന്റ് ചെയ്യുക, എന്ത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സെഷൻ എന്തുണ്ടെങ്കിലും നമുക്ക് കമന്റ് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഫേഷ്യലോട് വരാം. സോ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യമേ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കും, നല്ല വൃത്തിയുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫേസ് വാഷ് വെച്ചിട്ട് എപ്പോഴും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ഫേഷ്യൽ ചെയ്യാനിരിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന എന്തൊരു സാധനമാണെങ്കിലും യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് വൃത്തിയായി കഴുകിയിട്ടുണ്ടാകണം. ലാസ്റ്റ് കാര്യം, ഫേഷ്യൽ ചെയ്യുമ്പോൾ കുറേ സ്റ്റെപ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്ത ഗുണങ്ങളൊക്കെ ലോക്കിംഗ് ചെയ്യുന്ന പോലെ നല്ലൊരു മോയ്സ്ചറൈസറും അത് കഴിഞ്ഞിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലസ് SPF ഉള്ള ഒരു സൺബ്ലോക്കും ഇടാൻ മറക്കരുത്. വെളിച്ചുണ്ടോ പുറത്ത് നമ്മൾ സൺബ്ലോക്ക് ഇട്ടിരിക്കണം. അടുത്തൊരു 2-3 ദിവസത്തിനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറത്തിറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺബ്ലോക്ക് ഇടുക. എല്ലാ 1 മണിക്കൂർ കൂടുമ്പോഴും അത് റീഅപ്ലൈ ചെയ്യാനും മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ന്യൂട്രോജീനയുടെ ഡീപ് ക്ലീൻ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും ഞാൻ സംസാരിക്കുന്നത്. AC ഇട്ടുണ്ട്. മുടിയൊക്കെ വൃത്തിക്ക് മാറ്റി വെക്കുക. പൊട്ടറ്റോ ഫേഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. പൊട്ടറ്റോ വേണം, ജാഗ്രി വേണം, എല്ലാം എന്ന് പറയും ജാഗ്രി. അത് കുറച്ച് മതി, ഇത്ര വേണ്ട കേട്ടോ. ഫസ്റ്റ് റേറ്റ് 2 ഓപ്ഷനാണ്. കസ്തൂരി മഞ്ഞളും പയറുപൊടിയും ചെയ്ത മിക്സ് ആണത്. ഒന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മുൾട്ടാണി കിട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. പിന്നെ ആവശ്യമുള്ളത് അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് നാച്ചുറൽ അലോവേറയുടെ ജെൽ യൂസ് ചെയ്യണമെങ്കിൽ നാച്ചുറൽ അലോവേറയുടെ ജെൽ യൂസ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള റോസ് വാട്ടർ ആണ്. എങ്ങനത്തെ ആണെങ്കിലും വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാം. അതിന് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ അത് ഇവിടെ നിൽക്കാം. ആ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ടോൺ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ മുമ്പ് ജസ്റ്റ് ഒന്ന് സ്കിന്നിനെ റെഡി ചെയ്യുക. ഓക്കെ, ടോണർ എന്ന് പറയുമ്പോൾ പൊതുവെ ക്ലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, അറ്റ് സെയിം ടൈം പ്രെപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും സ്കിന്നിനെ. ടോണർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോ ജ്യൂസും റോസ് വാട്ടറും ആണ്. പൊട്ടറ്റോ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഒരു പൊട്ടറ്റോ. എപ്പോഴും വാഷ് ചെയ്തിട്ട് പൊട്ടറ്റോ എടുക്കുക. ഒരിക്കലും പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ പറ്റരുത്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ്. ഞാൻ ഈ ബ്ലെൻഡറിലേക്ക് പൊട്ടറ്റോനെ മുറിച്ചിടും. ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ സീവ് ചെയ്തെടുക്കും. ഓക്കെ, പൊട്ടറ്റോന്റെ ഈ ബാക്കി വന്നിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. നമുക്ക് ആവശ്യം വരും. ഓൾമോസ്റ്റ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടോണർ ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോ ജ്യൂസ് എന്ന 1 ടീസ്പൂൺ പൊട്ടറ്റോ ജ്യൂസും, ഞാനിപ്പോൾ സ്പ്രേ ഫോം ആയതുകൊണ്ട് ഞാനൊരു 2-3 സ്പ്രേ എന്നുള്ള രീതിക്കാണ് പറയണം. ഒരു സെയിം അളവ് റോസ് വാട്ടറും എടുക്കുക. കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ നന്നായി സോക്ക് ചെയ്തെടുക്കുക. മിഡിൽ നിന്ന് തുടങ്ങിയിട്ട് പുറത്തോട്ട് അപ്ലൈ ചെയ്യുന്ന പോലെയാണ് എപ്പോഴും അപ്ലൈ ചെയ്യാൻ. പൊട്ടറ്റോ പൊതുവായിട്ട് തന്നെ സ്കിൻ ബ്രൈറ്റനിങ് എന്നൊക്കെ പറയും. ലൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് പിഗ്മെന്റേഷൻ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പോട്ട്സ്, ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ സ്പോട്ട്സ് ഒഴിവാക്കുക, അതൊക്കെയാണ്. അല്ലാതെ നിങ്ങളുടെ ശരിക്കുള്ള നിറം മാറ്റാൻ ലൈറ്റ് ആക്കുക എന്നുള്ളതല്ല. പൊതുവെ നിങ്ങൾ നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് പൊട്ടറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടാവും മുഖത്ത്. അത് കുഴപ്പമില്ല. അത് പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി, ആ പ്രശ്നമില്ലായിരിക്കും. സോ ടോൺ ചെയ്ത് കഴിഞ്ഞു ഫേസ്. അത് 3 സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലൈ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് സീപ്പ് ചെയ്ത് തരണം. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കണം. പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് വഴി സ്റ്റീമർ ഉപയോഗിക്കാനുള്ളതാണ്. എൻ്റെ അടുത്ത് ഒരു ഫോട്ടോ സ്റ്റീമർ ഉണ്ട് ഇവിടെ. സോ സ്റ്റീം. ഇനി നിങ്ങളുടെ കയ്യിലൊരു സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുകൾ എടുത്തിട്ട് അതിലൊരു വാഷ് ക്ലോത്ത്, അങ്ങനത്തെ നമുക്ക് ഫേസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് മാറ്റി വെക്കാം. എന്നിട്ട് അങ്ങനത്തെ ക്ലോത്ത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക. ചൂട് വെള്ളത്തിലോട്ട് ഭയങ്കര ചൂടുള്ള ഉപയോഗിക്കരുത്. എന്നിട്ട് മുഖത്തിന് വെക്കാം. പക്ഷേ തുണി ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, കാരണം ആ ചൂട് ഇറങ്ങാൻ സമയം എടുക്കും. മിനിറ്റോളം നേരം സ്റ്റീം ചെയ്യാൻ വന്നിട്ട് സോ ഫേസ് നന്നായി സ്റ്റീം ചെയ്ത് കഴിഞ്ഞു. അവിടെ പോർസ് എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഡോട്ടൊക്കെ കളയാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിനാവശ്യം എഗെയിൻ നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് വേണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോൻ്റെ പിന്നെ കഴിഞ്ഞിട്ടുള്ള ഭാഗമില്ലേ, അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യം കുറച്ച് ജാഗ്രി പൊടിച്ചിടുക എന്നുള്ളതാണ്. പിന്നെ ഓർക്കേണ്ട കാര്യം, ലാസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നുള്ളപ്പോൾ മാത്രമേ പൊട്ടറ്റോ ജ്യൂസ് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ജാഗ്രി പെട്ടെന്ന് മെൽറ്റായി പോകും. വെള്ള പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിരിക്കും. അത് ലിറ്ററലി ക്രിസ്റ്റൽ ഫോം അല്ലേ, അപ്പം അത് നല്ല ഷാർപ്പ് അടിച്ചായിരിക്കും. അപ്പം പഞ്ചസാര ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിൽ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളും കൂടെ ഫോഴ്സ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അത് മൈക്രോ ടയർസ് ക്രിയേറ്റ് ചെയ്യും സ്കിന്നിൽ എന്നാ പറയുക. അത് ഇപ്പോഴല്ല, പക്ഷേ നമ്മൾ ഏജ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇലാസ്റ്റിസിറ്റി പോകും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യരുത്. ഇനി വീട്ടിൽ നിങ്ങൾ ഹോം മെയ്ഡ് സ്ക്രബ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കോഫി, ജാഗ്രി ഒക്കെയാണ്. ഒരിക്കലും ക്രിസ്റ്റൽ ആയിട്ടുള്ള സാധനങ്ങൾ പഞ്ചസാര പോലത്തെ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, സ്ക്രബ് ഉണ്ടാക്കാൻ വെള്ളം കുറച്ച് പൊടിച്ചിടുക. അപ്പം ഓൾമോസ്റ്റ് 1 സ്പൂൺ അളവ് ജാഗ്രി ഞാനവിടെ പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇത്തിരി മാത്രം പൊട്ടറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. കുറേ ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് വേണ്ടി മാത്രം. സാധനം റെഡി. അത് കുറച്ചെടുക്കുക, എന്നിട്ട് സ്കിന്നിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. നിങ്ങളുടെ ചുണ്ടും വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാം. ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു സ്ക്രബാണ്.
ആദ്യം നമുക്ക് അത്ര സ്ക്രബിംഗ് ഒന്നും ഇല്ലല്ലോ, ഒരു എഫക്റ്റ് ഇല്ലെന്ന് തോന്നും. പക്ഷേ 2 മിനിറ്റ് നമ്മൾ സ്ക്രബിംഗ് നമുക്ക് മനസ്സിലാവും എഫക്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തു. അത് ഫുള്ള് ഓൾറെഡി എൻ്റെ സ്കിന്നിന് നല്ല വ്യത്യാസമുള്ള പോലെ എനിക്ക് തിരിയുന്നുണ്ട്. നല്ല വൃത്തിയായി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് മസാജ് ചെയ്യാന്നുള്ളത്. മസാജ് ചെയ്യാനുള്ള മെയിൻ റീസൺ മസിൽസിന്റെ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്നിന്റെ റിജുവനേഷൻ, ഈ ഡെഡ് ആയിട്ടുള്ള സെൽസിനൊക്കെ പുതിയ സെൽസ് റീപ്ലേസ് ചെയ്യും. അതേപോലെ ന്യൂട്രീഷൻ കൂടുതൽ കിട്ടും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മസാജ് ചെയ്യണം. ഒരു മസാജ് ജെല്ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് എഗെയിൻ നമുക്ക് ആവശ്യം ഒരു ഇത്തിരി പൊട്ടറ്റോ ജ്യൂസും അലോവേറ ജെല്ലും ആഡ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാജ്. ഒന്നുകൂടെ ഫേസ് സ്റ്റീം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യാം. എഗെയിൻ അത് നമ്മുടെ പോർസ് ഓപ്പൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയിലും സ്റ്റീം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പുറത്തൊക്കെ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയിലും സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ വീണ്ടും സ്റ്റീം ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ സ്റ്റീം ചെയ്തേ ഉള്ളൂ. സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിച്ചായിട്ടില്ല. എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഞാൻ എന്തായാലും ഈ ജെല്ല് കുറച്ചെടുത്തിട്ട് നല്ല സ്ലൈമി ടെക്സ്ചർ ആയിരിക്കും മസാജ് ചെയ്യാൻ ബെസ്റ്റാണ്. ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും സെൻസിറ്റീവ് സ്പോട്ട്സ് ഉണ്ടാവും. കണ്ണിൻ്റെ അടി എല്ലാവർക്കും തന്നെ സെൻസിറ്റീവ് ആണ്. എനിക്ക് അപ്പർ ലിപ്പും സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രൊഡക്ട്സ് ആയിട്ട് ഇടാൻ പോകുന്നത്. നിങ്ങൾ എന്തൊരു ഫേഷ്യൽ അല്ലെങ്കിൽ എന്തൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടിയുടെ ബാക്കിൽ ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് ചെയ്യുക. കുറച്ച് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ്. അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ മനസ്സിലാവും. നേരത്തെ പറഞ്ഞാൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മിഡിൽ നിന്ന് പുറത്തോട്ട് മസാജ് ചെയ്യാം. നെറ്റിയിലാണെങ്കിലും പുറത്തോട്ട് മസാജ് ചെയ്യാം. താഴെയാണെന്ന് മുകളിലോട്ട് മസാജ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ കുറേ പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്തിരിക്കുക. നിങ്ങൾ കൈ ഇങ്ങനെ ജസ്റ്റ് സ്കിന്നിൽ വെക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രഷർ മതി. പ്രോപ്പറായിട്ടുള്ള മസാജിങ് ടെക്നീക്സ് ഒക്കെ ഉണ്ട്. എനിക്കതൊന്നും അറിയില്ല. കണ്ണിൻ്റെ അടുത്ത് എന്ത് മസാജ് എന്ത് ചെയ്യുകയാണെങ്കിലും എപ്പോഴും റിംഗ് ഫിംഗർ യൂസ് ചെയ്യാൻ പറയും. കാരണം ഏറ്റവും ശക്തി കുറവുള്ള ഫിംഗറാണ് റിംഗ് ഫിംഗർ എന്ന് പറയാം. അതുകൊണ്ടാണ് കണ്ണിൻ്റെ അടുത്ത് എന്ത് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറയുന്നത്. ബിക്കോസ് അത് അത്രയും മൈൽഡ് ആയിരിക്കണം. മടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം 2 മിനിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ടൈമർ വെച്ചിട്ട് അത്രയും നേരം മസാജ് ചെയ്യാം. പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ ഒരു സുഖമാണ്. പക്ഷേ ഇവരോട് ചെയ്തിട്ടാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ ഈ ഫേഷ്യലൊക്കെ ഇന്ന ആൾക്കാർ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാർ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. ചിലർക്ക് ബൈ ബർത്ത് നല്ല സ്കിൻ ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പിന്നെ ഫേഷ്യൽ എന്തൊന്നും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കഴുത്ത് പിളർക്കരുത് കേട്ടോ. ഫുള്ള് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ചെറുചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുന്നു. ചെറുചൂട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകിക്കളഞ്ഞത്. കാരണം സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നല്ലവണ്ണം ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ അടുത്ത് അപ്ലൈ പോകുന്നത് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ന്യൂട്രിയൻസ് അബ്സോർബ് ആവുന്നു അത്രത്തോളം നല്ലത്. വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഒന്നില്ലെങ്കിൽ മഞ്ഞളും പയറുപൊടി മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾട്ടാണ് വെട്ടി ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പയറുപൊടി ഇടണം. അങ്ങനെയാണ് ഈ മിക്സ് തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കുക. ഇത്തിരി പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം. എനിക്ക് നല്ല നഖമുള്ളതുകൊണ്ട് എൻ്റെ നഖത്തിനിടെ കയറും. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഫേസ് മാസ്ക് കുറച്ച് തിന്നായിരിക്കണം, ഭയങ്കര തിക്കായിരിക്കരുത്. കാരണം തിക്കായി കഴിയുമ്പോഴത്തേനും പൊട്ടറ്റോയിലുള്ള സ്റ്റാർച്ച് ആണെങ്കിലും ശരി, നമ്മുടെ പൊടികളാണെങ്കിലും ശരി, അത് ഡ്രൈ ആകുമ്പോഴത്തേനും അത് മോയ്സ്ചർ എവിടെ നിന്നാണോ അവിടെ നിന്ന് വലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ മാസ്ക് വെച്ചെടുക്കാൻ നോക്കും. അപ്പോൾ അത് പാടില്ല. സോ അത്യാവശ്യം തിന്നക്സ് ഒക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഒരു 10 മിനിറ്റോളം മുഖത്ത് വെക്കുക. എന്നിട്ട് ആദ്യം ചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകളയുക. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർസ് എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി. നമ്മൾ സ്റ്റീം ചെയ്തു, കഴിഞ്ഞ് ചൂടുവെള്ളം ഉപയോഗിച്ചു, ഇതൊക്കെ ഉപയോഗിച്ചു. അപ്പം നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ പോർസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണം. അതാണ് കോൾഡ് വാട്ടർ ഉപയോഗിക്കുക. 10 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം നല്ല സ്കിന്ന് വലിയുന്നുണ്ട്. എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വാഷ് ചെയ്ത് കളയാം. ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. ചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ കുറച്ച് ഐസ് ക്യൂബ് എടുക്കും. 2 ഐസ് ക്യൂബ് ഉണ്ട്. എന്നിട്ട് ഐസ് ക്യൂബ് ഒരിക്കലും ഡയറക്റ്റ് സ്കിന്നിൽ വെക്കരുത്. ഞാൻ ഈ 2 ഐസ് ക്യൂബും ഒരു വാഷ് ക്ലോത്തിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഐസ് പാക്ക് പോലെ ആക്കിയിട്ട് സ്കിന്നെല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റോളം. ഇതൊരു ഫേഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ചെയ്യുന്നത് നല്ലതല്ല. ഡെയിലി ഒരിക്കലും ചെയ്യരുത്. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള പോലെ ചെയ്താൽ മതി. നമ്മൾ തുറച്ചു കൊടുക്കണം. ഫാറ്റ് വലിയ ഒരിക്കലും ഉരയ്ക്കരുത്. ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും ലോക്ക് ചെയ്ത് അവിടെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യാം. ഒന്നില്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അലോവേറ ജെൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഫേസ് ഷോപ്പിൻ്റെ ചിയാ സീഡ് മോയ്സ്ചറൈസിങ് ഇമൾഷനാണ് ഉള്ളത്. അത് ഉപയോഗിക്കാം. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ന്യൂട്രോജീനയുടെ 50+ സൺസ്ക്രീനാണ്. ഡ്രൈ ടച്ച് സൺബ്ലോക്ക് അത്യാവശ്യം എടുക്കണം.
അതോടുകൂടി നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു. കംപ്ലീറ്റ് കഴിഞ്ഞു. എക്സ്ട്രാ സ്റ്റെപ്സ് ആണ്, പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഏതൊരു ടൈപ്പ് ഫേഷ്യൽ എന്തൊരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നല്ലൊരു ലെയർ മോയ്സ്ചറൈസറും നല്ലൊരു സൺബ്ലോക്കും ഇടാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. വീട്ടിലിരുന്നോട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പൊട്ടറ്റോ ഫേഷ്യൽ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ മെയിൻലി ഈ ആക്നി സ്പോട്ട്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടറ്റോ ഫേഷ്യൽ പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആക്നി മാർക്സിൽ നല്ല വ്യത്യാസം കാണാനുണ്ട്, ഓൾറെഡി കാണാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ മറക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ബൈ.